ദാ ഈ സാധനത്തെ ഒരെണ്ണം ഒരു വെള്ളക്ക പൊഴിഞ്ഞായിട്ട് കാണിക്കാൻ പറ്റുമോ? എനിക്ക് ഈ ഒരു തേങ്ങയുടെ പൈസ മതി. ഇത്രോ അധികം തേങ്ങ ഉണ്ടാക്കണമെങ്കിൽ ആ പേരക്കയുടെ വലിപ്പം കൂടെ നോക്കണേ. ഇത് കണ്ട ഒരു പേരയുടെ ഒരു സിഗരറ്റ് എന്നാണ് പറിച്ചു കൂട്ടുന്നത്. എത്ര പൊക്കം ഉണ്ട്? 2 കാണുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് താഴോട്ട് നോക്ക്. ഇത് വേണ്ട, ഇങ്ങോട്ട് വാ. എല്ലാം നല്ല ഈൽഡാ മുളക്. അതായത് ഒരു സ്പൂൺ മതി. ദേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പിടി എടുക്കുക. ഇതെങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കണേ. വെള്ളം കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. നോക്കിയാ കണ്ടല്ലോ, ഈ ഫ്രൂട്ട്സും മുളകിനും എല്ലാം ഇതാ ഇടുന്നേ. ഈ വളവാ കലേഷേ. ഇത് എന്താ എന്റെ പൊന്നി ചേട്ടാ, പിടിച്ചിങ്ങോട്ട് പിടിച്ച് പതിനൊന്നോ കണ്ടോ? തീർന്നിട്ടില്ല. മോൾട്ട് നോക്കിയേ. ഇല്ല, അടുത്ത പരിപാടി കിടക്കുക. ഒരു തെങ്ങ നിറച്ചു പുറ്റുപോലെ തേങ്ങയാ. അപ്പൊ നിങ്ങളൊരു കാര്യമുണ്ട്, ഇതെല്ലാം കൊലയും കൂടെ എണ്ണിക്കണം കേട്ടോ. വരുന്ന സാധനം ഒരു തെങ്ങന്നാണ് ഇത്രയും കൊല വരുന്നത്. ഇത് ഫുള്ള് ഒരു തെങ്ങന്ന് വന്ന തേങ്ങ. ഇത് മൊത്തം നോക്കിയാ 5ാമത്തെ കൊലയാ വെട്ടുന്നത്. എനിക്ക് കലേഷനല്ലേ ചോദിക്കേണ്ടത്. എനിക്ക് ചോദിക്കാനുള്ള കുട്ടനാട് എല്ലായിടത്തും ഇങ്ങനെയാണ്, ഇതുപോലെയാണ് കൊല എല്ലായിടത്തും. എന്താ സാറേ പറയണ്ട, പക്ഷെ ഈ തെങ്ങിന്റെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര തേങ്ങ അല്ലാതെ ഈ കുട്ടനാട് എല്ലായിടത്തും ഇങ്ങനെയല്ല. എല്ലായിടത്തും ഇങ്ങനെയല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പുള്ളി എന്താ ചെയ്തെന്ന് നമുക്ക് അറിയത്തില്ല, എന്താണ് കാണിക്കുന്ന അറിയത്തില്ല. പക്ഷെ ഭയങ്കര വിളവാ. നോക്കട്ടെ. പൊങ്ങത്തില്ല. ഇത് എവിടെങ്കിലും ഒരു വെള്ളക്ക നോക്കിയതേ ഇങ്ങനെ നോക്ക്. നമ്മൾ ഒട്ടിച്ചു വെച്ചല്ല, നോക്ക്. ഒരെണ്ണം പോലും പൊഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ ആവശ്യം എന്നാ? എനിക്ക് അറിയേണ്ടതിന്റെ ഉള്ള അറിയേണ്ടത്. നമ്മളിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇത് നമ്മള് വെട്ടിയെടുത്തോ. കൊലയൊന്ന് വെട്ടിയേക്കാം. കൊലയൊന്നും വെട്ടിയെടുത്തോ. വെട്ടിയെടുക്കോ? ഉണ്ടോ? ഓക്കെ, പൊട്ടിക്കാൻ പോവാ. പൊട്ടിക്കേ. നോക്കിക്കണം. കണ്ടല്ലോ? കണ്ട് നോക്കിയേ. ഇത് കണ്ട മക്കളെ, ഇത് കണ്ട് നോക്കിയേ. ഈ കിടക്കണ തേങ്ങയുടെ ഉള്ളാണിത്. അപ്പൊ നമുക്ക് തേങ്ങ ഉണ്ടാകുന്നതിനെ കുറിച്ച് സംശയമില്ല, ഉണ്ടായ തേങ്ങയുടെ ഉള്ളിനെ കുറിച്ച് സംശയമില്ല. എനിക്ക് ഈ ഒരു തേങ്ങയുടെ പൈസ മതി. ഇത്രോ അധികം തേങ്ങ ഉണ്ടാക്കണമെങ്കിൽ ഈ തേങ്ങയുടെ പൈസ അത്രയും മതി. തേങ്ങ മാക്സിമം പോയാലും 60 രൂപ കൂട്ടിക്കോ. ഈ 60 രൂപ മതി. 60 രൂപയുടെ സാധനം ഈ കിടക്കുന്നത്. ഇതെന്നാ കലേഷ്? ഇത് ബട്ടർനട്ട്. ഇത് എന്ത് വലിപ്പാണ് കലേഷ്? എന്തിന്റെ വലിപ്പം എന്തെടുത്താലും നമ്മളിപ്പോ തേങ്ങ പൊതിച്ചപ്പം വലിപ്പം ഉള്ളേ ഒരു അല്ല. നിങ്ങൾ പിടിച്ചു ഇത് കണ്ട ഒരു 1/2 കിലോയ്ക്ക് മേലുണ്ട് ബട്ടൺ. ഇത് എവിടെയാ പോണത്? ഒരു ഗ്രോ ബാഗിന്ന്. അതേത് കണ്ടോ? അതേതാണ്ടോ? ഇങ്ങനെ ഒരു ഗ്രോ ബാഗിന്നാ പോകുന്നത്. ഒരു ഗ്രോ ബാഗ്, ഒരു തണ്ട് നോക്കിയത് ഇതുണ്ടോ? ഇതെല്ലാം ഇഷ്ടം പോലെ. അതെ, ഇപ്പറ എല്ലാം ഉണ്ട്, മൊത്തം ഉണ്ട്. നമുക്ക് ഈൽഡ് നല്ല രീതിയിലുള്ള കിട്ടും. അത് കായ്ഫലവും കിട്ടും. ഈ ഒരു പറമ്പുമല്ല, തൊട്ടപ്പുറം 1 ഏക്കറോടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഫ്രൂട്ട്സ്. ഇത് കൂടെ 1 ഏക്കർ വേറെ ഉണ്ട്. അത് ഞാൻ കാണിച്ചത്. അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് സംഭവം എന്താ? ഇത് പേരക്ക. ഇത് കണ്ട നോക്കിയേ. ഇത് ചവിട്ടി വരുമ്പോ കിട്ടൊരു മണം ഉണ്ടല്ലോ, നല്ല സ്മെല്ല്. നോക്കിയ പഴുത്ത് എങ്ങോട്ട് സ്മെല്ല്? പിടിച്ചത് എനിക്ക് കുറച്ച് പണിയുണ്ട്. അല്ല, അതിന്റെ ഉള്ളൊന്നും നോക്കിയേ. നല്ല മാംസക്കനം ഉണ്ട്, കണ്ടില്ല? നല്ല ടേസ്റ്റ് അല്ല സംഭവം. അടിപൊളി. അപ്പൊ ഈ ഒരെണ്ണം അല്ല. കലേഷ ഒന്ന് അഴിച്ച കലേഷ. എന്റെ പൊന്നോ, ഇത് കണ്ട പഴുത്ത് നോക്കിയേ. ഇഷ്ടം പോലെ ഇത് നോക്കിയേ. വിട്ടുപോയി, തൊടുമ്പോഴേ വിട്ടുപോയി. നോക്കിയേ, തൊട്ടാ മതിയേ. കണ്ട വലിപ്പം. ഇത് കണ്ട, ഇത് കണ്ട ഒരു പേരയുടെ ഒരു സിഗരറ്റ് എന്നാണ് പറിച്ചു കൂട്ടുന്നത്. ഇത് കണ്ട, ഇത് മുഴുവനും ഒരു സിഗരറ്റ് എന്ന് പറിക്കുന്ന ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. എനിക്ക് അറിയണ്ടെന്നറിയാവാ, കലേഷ് ചെയ്യുന്നിടത്തെല്ലാം പുറ്റുപോലെ ഉണ്ടാകുന്നത്. ഈ പറമ്പും അപ്പുറത്തെ പറമ്പും പാട്ടത്തെടുത്ത പറമ്പും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും തെങ്ങാണെങ്കിലും നമ്മുടെ വെജിറ്റേറിയനിൽ എന്ത് കൃഷി ചെയ്താലും ഇല്ലേ, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പച്ചമുളക് അല്ലേ? ഇത് നിങ്ങൾ ഒന്ന് നോക്കിക്കേ, എന്തുമാത്രം ഈൽഡാണ്. പറിച്ചെടുത്ത് നോക്കണം. ഇനി അത് കണ്ട, ഇത് കണ്ട നോക്കിയേ, പച്ചമുളക് ഇങ്ങനെ കണ്ടത് മതിയോ? നോക്കിയേ. എന്റെ അമ്മോ, തീർന്നില്ല. വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. ഇതിന്റെയൊക്കെ മുഴുപ്പ് നോക്കിയേ. ഇത് കണ്ട, ആന മുഴുപ്പുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഈ 2 കൈ 2 ചാൺ. എത്ര പൊക്കം ഉണ്ട്? 2 ചാണുണ്ടോ? ഇല്ല. ഇത് കണ്ട. അല്ല, മുളക് സംഭവം നോക്കി, വലിപ്പം നോക്കി. ഒരു ചാണില്ലാത്ത ഇത് കണ്ട, ഇത് നോക്കിയേ. ഇതിന്റെ നോക്കിയേ, നല്ല ദൃഢമായി മുളകിന്. കണ്ടോ? ഇത് എല്ലാം ഒരു ചാണേ ഉള്ളൂ. അടുത്ത് നോക്കിയേ, ഇത് നോക്കിയേ. ഇത് കണ്ട, പൊക്കി എടുക്കട്ടെ.
ഇത് വലിപ്പം നോക്കിക്കേ. എല്ലാം അപ്പൊ അല്ല ദേ ഇങ്ങോട്ട് താഴോട്ട് നോക്ക്. നിറച്ചു ഇത് വേണ്ട ഇങ്ങോട്ട് വാ. ദേ ഇത് കണ്ട ഒരിടത്ത് പോലും ഒരെണ്ണത്തിൽ പോലും അല്ലേ എല്ലാം നല്ല ഈൽഡാ മുളക്. എല്ലാരും വീട്ടിലെ പ്രശ്നം നമ്മൾ പച്ചമുളകൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് മുരണ്ട് പോകും, ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു ചെടിക്ക് മുരടിപ്പോ കായ്ഫലം ഇല്ലാതെ വല്ലത് കാണിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ഞാനുള്ളതിന്റെ അകത്ത് പോലുമാണ് ഇങ്ങനെ പുറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇനിയുണ്ടാ ദേ തീർന്നില്ല, ഇനി അടുത്ത ഈ ഒരേക്കർ ഫുള്ള് ഇതാട്ടാ. ബാ അപ്പൊ ഇത് ഒരു ചെറിയ രീതി കണ്ടോ. അടിപൊളി. ഇത് കണ്ട അപ്പുറത്ത് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല, ഇങ്ങോട്ട് നോക്കിയേ നിറച്ചും അതിന്റെയൊക്കെ ഒരു ലെങ്തും ഒരു തൊടം നോക്കിയതണ്ട. പയറിന്റെ തൊട നോക്കിയേ. തൊടല്ല നിക്ക് ഒരു മിനിറ്റ്. ഇതാ നമ്മൾ മുമ്പ് ഓരോ സാധനങ്ങൾ വിളവെടുക്കും പറയുന്നുണ്ട്. എന്നാ ഇത് കണ്ട പിടിച്ചു നോക്ക്. പയറിന്റെ ഉള്ളു കണ്ടോ? പയറിന്റെ ഉള്ളു അതിന്റെ വലിപ്പം നോക്കിയേ. നല്ല മാംസകനോ. ഇത് കണ്ട ഈ പയറ് നോക്കിയേ. ഇത് കണ്ട അതിന്റെ അകത്ത് പച്ച അതിന്റെ സീഡ് നോക്കിയേ. എന്ത് വലിപ്പമുള്ള സീഡാന്ന് നോക്കിയാ. കണ്ട നല്ല വലിപ്പമുള്ള സീഡ്. നമ്മൾ നടുന്ന എല്ലാം കറക്റ്റ് ആയിട്ട് ഈൽഡ് കിട്ടുന്നുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതാണ്? ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നോണ്ടല്ലേ നിങ്ങളിത് കാണുന്നത്. പച്ചലയാണ്. ഇതാണ് ഓർഗാനിക് ഫ്രൂട്ട് ആണ്. കണ്ടോ ഇത് ഫുൾ നിറഞ്ഞുടക്കാണ്. നിങ്ങൾ നോക്കിയത് ഇത് കണ്ടത് അല്ല ഇത് കണ്ടത്. ഇങ്ങോട്ട് നോക്ക്. എല്ലാ കൊമ്പിലും നിറച്ചുണ്ടാക്കി കിടക്കാനല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കണ്ടോ. ഇത് ഉണങ്ങി വന്ന സാധനം. നമ്മളെന്തിനാ ഒരാളൊരു കള്ളം പറയുന്നില്ല. ഞാൻ ഒടിച്ച് കാണിച്ചു തരാം. ഇല്ല ഇത് കണ്ടോ. ഉണങ്ങിപ്പോയ സാധനം. അതെ പറിച്ചെടുക്കുക. ഇത് പിടി. ഇനിയിപ്പോ അത് ചുമ്മാന്ന് പറയല്ലേ. ഉണങ്ങിയ സാധനോ. ഈ ഉണങ്ങിയ സാധനമാണ് നമ്മൾ വളം ഇട്ടപ്പം ഇത്രയധികം. നമ്മൾ ഈ കണ്ട ഫ്രൂട്ട്സുകൾ വെജിറ്റേറിയൻ നമ്മൾ എന്നൊക്കെ കണ്ട് പേരൊക്കെ ഇഷ്ടം പോലെ കണ്ട് എന്നാത്തിനെങ്കിലും ഈൽഡ് കുറവുണ്ടോ? ഒന്നിനുമില്ല, എല്ലാം നിറച്ചിട്ട്. അപ്പൊ എങ്ങനെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് എന്നാ വളം ഒന്ന് പരിചയപ്പെട്ടാലോ. വളമാണ് എന്റെ മെയിൻ ഇതാ വളം. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിന്റെ pH സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നല്ല രീതി കായ്ഫലം ഉണ്ടാകുന്നു. നല്ല pH. ഒന്നാമത്തെ കാര്യം മണ്ണിന്റെ pH സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ തന്നെ 30% ആശ്വാസമായി പ്രശ്നങ്ങൾ പരിഹരിച്ച്. കാരണം നമ്മൾ കുമ്മായി ഇടണ്ട. അധികം നേരിട്ട് കാണിച്ചിരുമ്പോ ഇങ്ങോട്ട് പിടിച്ചോ. ഇതാണ് ഈ വളം അല്ലേ? വളം ഇത് തന്നെ. വളം നോക്കിയോ. സംഭവം നോക്കണം. ഇതാണ് വളം. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്നാന്നറിയോ? ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ട് നോക്കിയതേ ഇത്രയുള്ളൂ. എല്ലാത്തിലും നോക്കിയതേ നിങ്ങൾക്ക് പൊക്കി എടുക്കാണ്ട് ഒരു വർഷമായിട്ട്. പക്ഷെ അപ്പൊ എന്തോരം ഇടേണ്ടി വരുന്നത്? ഇപ്പൊ നമ്മൾ ആ കണ്ട മുളകിനൊക്കെ എന്തോരം ഇടണം? അപ്പൊ ഓൾറെഡി ഞാൻ ഇടുന്ന രീതി ഇങ്ങനെയാണ്. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് ഒരു പിടി ഇതിനകത്തിട്ടിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് NPK വളമാണ്. കണ്ടോ. ഈ പക്ഷേ ഒരു കക്കായും ഒരു നീറ്റി കക്കായും അതുപോലൊപ്പം തന്നെ ഒരു വളവും കൂടെ ഒരു കർഷകൻ ഇട്ടാലും പിറ്റേ ദിവസം ചെടി അടിച്ചു പോകും. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഇടുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് കണ്ടോ. ഇതുപോലെ മണ്ണ് ഞാൻ ഇട്ടതാണ്. നിങ്ങളെ ജസ്റ്റ് കാണിക്കുക. ഇതുപോലെ ചെറിയൊരു തടം എടുക്കണം എപ്പോഴും. ഇത് കണ്ടല്ലോ. അതായത് ഒരു സ്പൂൺ മതി. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ വേറെ കാര്യമുണ്ട്. മറ്റുള്ള വളങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും നേരെ ചുവട്ടി കൊണ്ട് വളം ഇട്ടാൽ കരിഞ്ഞു പോകും. പക്ഷേ ഇത് കണ്ടോ. നമ്മളിപ്പോൾ ചെവിട്ടി കൊണ്ടിട്ടാലും ഇതിനൊരു കുഴപ്പമില്ല. എന്നിട്ട് ഈ മണ്ണ് ഇത് കണ്ടോ. ഇത്രയും കാര്യമേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ഇടാം. ഇത് കണ്ടില്ലേ. നമ്മുടെ ഈ പ്ലാവ് വളർന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇപ്പം ഇത്രയും ഗ്രോത്ത് ആണെങ്കിൽ നമ്മളത് ഇങ്ങനെ ഈ പ്ലാവിന് കൊടുക്കും. വേറെ പ്രത്യേകതയുണ്ട്. ഈ ഒരു പിടി ഉണ്ടല്ലോ ഈ കയ്യിലെ ഈ ഒരു പിടി എടുക്കുക. ഇത് കേട്ടോ. തെങ്ങിനെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതാണ് നേരത്തെ പറഞ്ഞത് 60 രൂപ. പക്ഷെ വേറെ കാര്യമുണ്ട്. 60 രൂപ ഒരു വർഷം തെങ്ങ് ഇട്ടാൽ മതി. അത് ഒരു തേങ്ങയുടെ പൈസയേ ഉള്ളൂ. അതെ. പക്ഷെ 3 കിലോ മതി. അതിന് ഒരു വർഷത്തേക്ക് 3 കിലോ ഇട്ടാ മതി. മൊത്തം ആ പയറുകളാണേലും കൊള്ളാം. അതുപോലെ നമ്മുടെ പ്ലാന്റ് പേരൊക്കെ പറിച്ചിട്ടില്ലേ. ഇപ്പം വിന്നറിൽ സൂപ്പർ കണ്ടില്ലേ. ഈ ഫ്രൂട്ട്സും മുളകിനും എല്ലാം ഇതാ ഇടുന്നത്. ഈ വളവാ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. pH മണ്ണിന്റെ pH സ്റ്റെബിലൈസ് ചെയ്യണം നമ്മൾ. അതിനാണ് അതായത് പച്ച കക്കാപ്പൊടി. അല്ല നിങ്ങൾ പിടി കൈയൊന്നും പൊള്ളത്തില്ല. പക്ഷെ നേരെ ഇരിച്ചില്ലേ. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിക്കണേ. വെള്ളം കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. നോക്കിയാ കണ്ടല്ലോ. അല്ല നേരെ തിരിച്ച് വേറൊരു കാര്യമുണ്ട്. ഞാൻ കുമ്മായ ഇട്ടിട്ട് കയ്യിൽ ഇത് വെള്ളം ഒഴിച്ചാലോ കൈ പൊള്ളിപ്പോ. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർഷകരായ നമ്മളെല്ലാം എപ്പോഴാണ് നമുക്ക് ഈ pH പച്ച കക്കയുടെ കൂടെ നമ്മുടെ വളം ഇടാം. ഒന്നിച്ചിടാം. തൈ ഉടനെ തന്നെ നടാം. പക്ഷെ കക്ക ഇട്ട് കഴിയുമ്പോൾ 15 ദിവസം കഴിഞ്ഞ് നടുകയും ചെയ്യും. അപ്പോഴേക്കും വരുന്നത് എന്നാണെന്നറിയോ. സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തു. നമുക്കിപ്പോ 7 കിട്ടുന്നുണ്ട് ഇവിടെ. നമ്മളെ തീർന്നു പറഞ്ഞില്ലേ. ഞാനിത് ഇറക്കണം. ഞാൻ മണ്ടറാണോ? ഇല്ല. കാരണം ഇവിടുത്തെ നിങ്ങൾക്ക് തിരക്കാൻ പറയും കുട്ടനാട്ടിലെ ഏറ്റവും നല്ല കർഷകൻ അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്ന കലേഷ്. എന്തുകൊണ്ടാണ് കലേഷിന്റെ തോട്ടം കാണിച്ചെന്ന് അറിയാവാ? കാരണം ഇത്രയും ഇതിനേക്കാൾ അപ്പുറമുള്ള നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല. ഇതിനപ്പുറം വിശദമായിട്ട് പറയാൻ വേണ്ടി വേറെ ആളും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഈ താഴത്ത് കലേഷ് നമ്പർ വെക്കണം. നമുക്ക് ആൾ ഉപയോഗിക്കണം. കാരണം ഞാൻ എന്തായാലും വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കട്ടെ ആളുകൾ. എന്നിട്ട് നിങ്ങൾ പറ
കലേഷൻ നമ്പർ ഞാൻ വെച്ചേക്കാം. എന്തുകൊണ്ട് കലേഷൻ വിളിച്ചു? എന്നെ ചോദിച്ചു അതിന് ധൈര്യത്തിൽ correct ആയിട്ട് അല്ല വേണ്ട, ആ വരുന്ന കസ്റ്റമർക്ക് ഇത് കാണണമെങ്കിൽ ഇല്ലേ നേരെ നമ്മുടെ തോട്ടത്തിൽ പോ, കലേഷൻ വിട്ടിട്ട് പോരി. നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. മേടിച്ചാ മതി. ഞാൻ ഇപ്പൊ ഇത് കയ്യിലിട്ട് എത്ര നേരമായി, എന്റെ കൈ പൊള്ളുകയോ ഒന്നും അല്ല ചെയ്തിട്ടില്ല. ചിലപ്പോ അവർ സംശയം കാണും. നോക്കിയതുണ്ട ഇത്ര നേരമായി ഒരു കൈ ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല കണ്ടോ. അത് ഇതേപോലെ തന്നെ സുതാര്യമാണ് ഈ സാധനവും. വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തത്. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും അതുവരെ ബൈ. ഓക്കെ.